തമിഴ്നാട് ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയ നേതാക്കളിലൊരാളുമായ കെ അണ്ണാമലൈ പാർട്ടി വിട്ട് സ്വന്തം രാഷ്ട്രീയ വഴിയിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ ശക്തമാകുന്നതിനിടെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിലനിർത്താനുള്ള നീക്കങ്ങളുമായി ബിജെപി കേന്ദ്ര നേതൃത്വം രംഗത്തെത്തിയിരിക്കുകയാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നായി അണ്ണാമലൈയുടെ രാഷ്ട്രീയ ഭാവി മാറിയിരിക്കുകയാണ്. ബിജെപിയിൽ നിന്ന് ഔദ്യോഗികമായി രാജിവെച്ച് തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ അണ്ണാമലൈ ആലോചിക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ വ്യാപകമായ സാഹചര്യത്തിലാണ് ന്യൂഡൽഹിയിലെത്തി ബിജെപിയുടെ ഉന്നത നേതൃത്വവുമായി അണ്ണാമലൈ കൂടിക്കാഴ്ച നടത്തിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, സംഘടനാ കാര്യങ്ങളിൽ നിർണായക സ്വാധീനമുള്ള ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ് എന്നിവരുമായി അദ്ദേഹം നടത്തിയ ചർച്ചകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. കൂടിക്കാഴ്ചകളിൽ പാർട്ടി വിടാനുള്ള തന്റെ ആലോചനകൾ അണ്ണാമലൈ നേതൃത്വത്തെ അറിയിച്ചതായാണ് റിപ്പോർട്ട്. എന്നാൽ തമിഴ്നാട്ടിൽ ബിജെപിയുടെ വളർച്ചയുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കളിലൊരാളായ അണ്ണാമലൈയെ അത്ര എളുപ്പത്തിൽ നഷ്ടപ്പെടുത്താൻ കേന്ദ്ര നേതൃത്വം തയ്യാറല്ലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഉടൻ തീരുമാനമെടുക്കാതെ കുറച്ചു സമയം കൂടി കാത്തിരിക്കണമെന്നും എല്ലാ വിഷയങ്ങളും വിശദമായി ചർച്ച ചെയ്ത ശേഷമേ അന്തിമ തീരുമാനത്തിലേക്ക് പോകാവൂ എന്നും മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. മുൻ IPS ഉദ്യോഗസ്ഥനായ അണ്ണാമലൈ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതു മുതൽ തമിഴ്നാട് ബിജെപിക്ക് പുതിയ ഊർജം പകർന്ന നേതാവായാണ് കണക്കാക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്ത് അദ്ദേഹം സ്വീകരിച്ച രാഷ്ട്രീയ ശൈലിയും ദ്രാവിഡ പാർട്ടികൾക്കെതിരായ ശക്തമായ വിമർശനങ്ങളും ബിജെപിയെ തമിഴ്നാട്ടിൽ കൂടുതൽ കരുത്തുറ്റതാക്കി. പ്രത്യേകിച്ച് DMKയെയും അതിന്റെ നേതൃത്വത്തെയും നേരിട്ട് വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയ സമീപനമാണ് അദ്ദേഹത്തെ യുവാക്കളിലും ബിജെപി പ്രവർത്തകരിലും ജനപ്രിയനാക്കിയത്. തമിഴ്നാട്ടിൽ ബിജെപി സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയായി വളരണമെന്ന നിലപാടായിരുന്നു അണ്ണാമലൈ ഉയർത്തിക്കാട്ടിയത്. സംസ്ഥാനത്ത് അധികാരത്തിലെത്താൻ ബിജെപി ദ്രാവിഡ പാർട്ടികളുടെ പിന്തുണയെ ആശ്രയിക്കരുതെന്നും സ്വന്തം രാഷ്ട്രീയ അടിത്തറ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം പല വേദികളിലും വ്യക്തമാക്കിയിരുന്നു. ഈ നിലപാടാണ് പിന്നീട് കേന്ദ്ര നേതൃത്വത്തിന്റെ സഖ്യരാഷ്ട്രീയ തീരുമാനങ്ങളുമായി അദ്ദേഹത്തെ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി AIDMKയുമായി വീണ്ടും സഖ്യമുണ്ടാക്കാനുള്ള ബിജെപിയുടെ തീരുമാനം അണ്ണാമലൈയെ അസ്വസ്ഥനാക്കിയിരുന്നു എന്നാണ് സൂചന. ഈ സഖ്യം ബിജെപിയുടെ സ്വതന്ത്ര വളർച്ചയെ തടഞ്ഞുവെന്നും പാർട്ടിയുടെ ദീർഘകാല രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് തിരിച്ചടിയായെന്നും അദ്ദേഹം വിശ്വസിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സഖ്യരാഷ്ട്രീയത്തിന്റെ ഫലമായി ബിജെപിയുടെ വോട്ട് വിഹിതം ഗണ്യമായി ഇടിഞ്ഞുവെന്നും പാർട്ടിയുടെ സ്വാധീനം കുറയാൻ ഇത് കാരണമായെന്നും അണ്ണാമലൈ നേതൃത്വത്തോട് വിശദീകരിച്ചതായാണ് സൂചന. ഇതിനിടെ താൻ പാർട്ടിക്കുള്ളിൽ അവഗണിക്കപ്പെടുകയാണെന്നും തന്റെ അഭിപ്രായങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി അണ്ണാമലൈ കേന്ദ്ര നേതൃത്വത്തിന് 5 പേജുള്ള വിശദമായ കത്ത് കൈമാറിയതായി റിപ്പോർട്ടുകളുണ്ട്. പാർട്ടിയുടെ സമീപകാല രാഷ്ട്രീയ തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് AIDMK സഖ്യം തുടർന്നത് തമിഴ്നാട്ടിൽ ബിജെപിയുടെ പ്രകടനത്തെ ദുർബലമാക്കിയെന്നാണ് കത്തിൽ അദ്ദേഹം വിമർശിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മുൻ തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പാർട്ടിയുടെ വോട്ട് വിഹിതത്തിലുണ്ടായ ഇടിവും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതായാണ് വിവരം. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷവും അണ്ണാമലൈയുടെ ജനപ്രീതിയിൽ കുറവുണ്ടായിട്ടില്ല. 2025 നയിനാർ നാഗേന്ദ്രൻ തമിഴ്നാട് ബിജെപി അധ്യക്ഷനായെങ്കിലും പാർട്ടിയുടെ പ്രധാന പ്രചാരകനും ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടുന്ന നേതാവുമായി തന്നെ അണ്ണാമലൈ തുടരുകയായിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി അദ്ദേഹത്തിന് ശക്തമായ അനുയായി വൃന്ദവും സജീവമായ പ്രവർത്തക ശൃംഖലയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ അണ്ണാമലൈ പാർട്ടി വിട്ടാൽ അത് ബിജെപിക്ക് വലിയ രാഷ്ട്രീയ നഷ്ടമായി മാറുമെന്നാണ് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ പുറത്തുപോക്ക് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാനിടയുണ്ട്. അതേസമയം അണ്ണാമലൈ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ ബിജെപിയിലെ അതൃപ്തരായ പ്രവർത്തകരും മറ്റു പാർട്ടികളിൽ അവസരങ്ങൾ തേടുന്ന നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ചേരാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലും ശക്തമാണ്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം AIDMKയിലെ ചില നേതാക്കളും പ്രവർത്തകരും പുതിയ രാഷ്ട്രീയ സാധ്യതകൾ അന്വേഷിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അണ്ണാമലൈ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചാൽ അത്തരക്കാരിൽ ചിലർ അദ്ദേഹത്തോടൊപ്പം ചേരാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് അദ്ദേഹത്തിന്റെ രാജി ഉടൻ അംഗീകരിക്കുന്നതിന് പകരം ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് ബിജെപി നേതൃത്വം ശ്രമിക്കുന്നതെന്നാണ് സൂചന. ചർച്ചകൾ കൂടുതൽ ഗൗരവമുള്ളതായതോടെയാണ് തമിഴ്നാട് ബിജെപി അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. സംസ്ഥാന നേതൃത്വത്തിലും കേന്ദ്ര നേതൃത്വത്തിലും നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ചകളെ കാണുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അണ്ണാമലൈ തന്റെ രാജി തീരുമാനം പിൻവലിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നോ ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നോ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ വഴിത്തിരിവ് നൽകിയിട്ടുണ്ട്. ചർച്ചകളിലൂടെ അണ്ണാമലൈയെ പാർട്ടിയിൽ തുടരാൻ സമ്മതിപ്പിക്കാൻ ബിജെപിക്ക് കഴിയുമോ, അതോ അദ്ദേഹത്തിന്റെ പുറത്തുപോക്ക് താൽക്കാലികമായി മാത്രം നീട്ടിവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ വ്യക്തമാക്കും. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബിജെപിയുടെ മുഖമായി മാറിയ അണ്ണാമലൈയുടെ അടുത്ത നീക്കം സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഭാവിയെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ
വിലയിരുത്തൽ. അതിനാൽ തന്നെ ഡൽഹിയിൽ നടന്ന ഈ ചർച്ചകൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.